നല്ല പടം. സൂപ്പർ ആയിരുന്നു. സൂപ്പർ ടോട്ടാലിറ്റി സൂപ്പർ പടം. ഇല്ല, പടം മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഒരു മിനിറ്റ് പോലും ബോറടിക്കില്ല. എല്ലാവരും നന്നായിട്ടുണ്ട്. അനശ്വരി നന്നായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. അടിപൊളിയാണ്. എല്ലാരും പോയി കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ബിഗ് സ്ക്രീനിൽ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവിയാണ്. പോയി എക്സ്പീരിയൻസ്. അടിപൊളി പടമായിരുന്നു. എല്ലാവരും പോയി കാണണം. എന്തായാലും പോയി കാണേണ്ട സിനിമയാണ്. നമ്മളിപ്പോൾ അതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ മരണം ആണെന്നുള്ളത് അറിയാം, പക്ഷെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതെന്തായാലും എല്ലാവരും പോയി കാണണം. ഇമോഷണലി ആണെങ്കിലും ഹാപ്പി വൈസ് ആണെങ്കിലും കോമഡി വൈസ് ആണെങ്കിലും ഓൾ ഗുഡ്. എല്ലാവരും നല്ല നല്ല രസമുണ്ട് സിനിമ. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും സിജു, അനശ്വര, ജോമോൻ എല്ലാ സീനിയർ ആക്ടേഴ്സും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എസ് വിപിൻ പുതിയ ഡയറക്ടറാണ്. അടിപൊളി, ഗുഡ് ജോബ്. സമകാലീന പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങളാണ് അത് പറയുന്നത്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള പുതിയ കോൺസെപ്റ്റുകൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആണ്. ഹാഫ് ടൈം വരെ നമുക്ക് പോകുന്ന അറിയത്തില്ല. പിന്നെ ശരിക്കാനുണ്ട്. അതേപോലെ സീരിയസ് ആയിട്ട് കാണേണ്ട പല വിഷയങ്ങളും സിനിമ കൈകാര്യം ചെയ്യുന്നു. കാണാവുന്നതാണ്. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. ഇത് മേനാന്റെ പപ്പയാണിത്. ഞാൻ എൻ്റെ അമ്മൂമ്മ. നല്ല പിക്ചർ, നല്ല പിക്ചർ, നല്ല നല്ല നല്ലതായിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇനിയാണോ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കാണുക. ഞങ്ങൾക്ക് വർക്കായി. ഓഡിയൻസ് ഒക്കെ ചിരിക്കുന്നുണ്ട്. ഇമോഷണൽ സാധനത്തിലൊക്കെ എല്ലാവരും കൈയടിക്കുന്നൊക്കെ ഉണ്ട്. ഇനിയും ബാക്കി ഓഡിയൻസ് പറയട്ടെ. ഓക്കെ, താങ്ക് യു. ഗംഭീരമായിരുന്നു പടം. ചെറിയ പടമാണ്, ചിരിക്കാൻ ഒരുപാടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ. ഞാൻ തന്നെ കാര്യം ഞാൻ ക്ലൈമാക്സ് ഒന്നൊക്കെ കരുതി. ഡബിങ് സമയത്ത് കണ്ടാണ്, പക്ഷെ മിക്സിങ്ങിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പറയാൻ വാക്കിയിട്ടില്ല. താങ്ക് യു കേട്ടോ. അച്ഛൻ്റെ വാഴയിലെ അച്ഛൻ സിജു, ഇതില് വ്യത്യാസമല്ലേ? ഒരുപാട് വ്യത്യാസമല്ലേ? എനിക്ക് അത് കേട്ടത്. താങ്ക് യു.